ഹലോ എവ്രി വൺ, മീൻസ് പി എസ് സിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള എക്സാമിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. +2 സയൻസ് പഠിച്ചവർക്ക് 2026 ഒരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യത്യസ്തമായ കുറച്ച് മേഖലകൾ മാത്രം പഠിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു സിലബസ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി ഉണ്ടാവും. കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാച്ച് 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി. അതിൻ്റെ കൂടെ മോക്ക് എക്സാംസ്, അപ്പോൾ കറക്റ്റായിട്ട് മന്ത്ലി വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. കൂടെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി, അതായത് കമ്പൈൻ സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാംസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. മുൻ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 011/2022 അതായത് ഡിപ്പാർട്ട്മെന്റ് ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ആണ്. അതായത് ഹോമിയോ മെഡിക്കൽ കോളേജസിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് ആണ്. ഹോമിയോ, സിദ്ധ, ആയുർവേദ അതുപോലെയുള്ള MBBS മെഡിക്കൽ കോളേജസിലേക്കുള്ളതാണ്. സ്കെയിൽ ഓഫ് പേ വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ദാറ്റ് ഇസ് 27,900 to 63,700. നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞിരുന്നത് വെറും 27 ആയിരുന്നു. പക്ഷെ ഈ ഒരു വേക്കൻസിയുടെ നമ്പർ നോക്കണ്ട. ഇപ്പോഴത്തെ പുതിയ നോട്ടിഫിക്കേഷനിൽ ആന്റിസിപ്പേറ്റഡ് ആണ്. കാരണം ഇപ്പോൾ തന്നെ അഡ്വൈസ് ഒരു 95 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ച് താമസിപ്പിക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയാണ് നമ്മൾ മുൻവർഷത്തെ നോട്ടിഫിക്കേഷനും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനും സിലബസും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ഇനി പഠിച്ചു തുടങ്ങിയാൽ പറ്റുമോ, പഠിച്ചു തുടങ്ങാൻ സമയമുണ്ടോ എന്ന് ടെൻഷൻ അടിച്ച് ഇനിയും തുടങ്ങാത്തവർക്ക് ഇനി ഒരിക്കലും നിങ്ങൾക്ക് വെച്ച് താമസിപ്പിക്കേണ്ട സമയമില്ല. കാരണം നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. കോമ്പറ്റീഷൻ കുറവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് സിലബസ് പഠിച്ചുകൊണ്ട് മാത്രം ഒരു ഇത്തിരി മാസങ്ങൾ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ജോലി ഉണ്ടാവും. അപ്പോൾ അത്രയും എളുപ്പത്തിൽ പഠിച്ച ഒരു ജോലി കിട്ടാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഏജ് ലിമിറ്റ് ആസ് യൂഷ്വൽ ജനറൽ കാറ്റഗറി 18 to 36 ആണ്. ബാക്കി റിലാക്സേഷൻ ഉണ്ടായിരിക്കും SC STക്കും OBCക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്രീ ഡിഗ്രി പാസ് അല്ലെങ്കിൽ +2 ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്ട്സ് ആയിട്ട്. അപ്പോൾ +2 ബയോളജി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ VHSC MLT കഴിഞ്ഞവർക്ക്, അപ്പോൾ +2 ബയോളജി കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആണ് ഈ വരാൻ പോകുന്നത്. +2 ബയോ അല്ലെങ്കിൽ VHSC MLT കഴിഞ്ഞവർക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു സിലബസ് വാസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, കാരണം ഒരു 50 മാർക്സോളം നിങ്ങൾ +1 +2 പഠിച്ച പോർഷൻസ് ആണ്. പുതിയതായിട്ട് പഠിക്കാനുള്ള പോർഷൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ PYQs ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. പഠിച്ചെടുത്താൽ തന്നെയും എന്തായാലും ഈ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു മുമ്പ് വർഷത്തെ നോട്ടിഫിക്കേഷൻ. അപ്പൊ കാറ്റഗറി നമ്പർ 011/2022 ആയിരുന്നു. മെയിൻ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് വന്നത് ഡേറ്റ് December 1 വന്നു. റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് 3 years ആണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ December 1, 2026 വരെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കും. 492 പേരുണ്ടായി. മാക്സിമം മാർക്ക് 70.67 ആണ്. നമ്മൾ നേരത്തെ കണ്ടു 27 ആയിരുന്നു വേക്കൻസി പറഞ്ഞിരുന്നത്. പക്ഷേ റിട്ടയർ ആയി പോകുന്നവരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അഡ്വൈസ് പോയത് തന്നെ 95 പേർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ഒരു അഡ്വൈസ് പോയത് 95, 27 വന്നിട്ടുള്ളൂ. അപ്പൊ വേക്കൻസി കുറവാണെന്ന് വെച്ചിട്ട് പഠിച്ചു തുടങ്ങാതിരിക്കരുത്. വേക്കൻസികൾ എന്തായാലും വരും. അത്രമാത്രം നിയമനം വരുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണിത്. അപ്പൊ ലാസ്റ്റ് അഡ്വൈസ് ഇപ്പൊ December 6, 2026 വരെ അഡ്വൈസ് പോയത് പ്രകാരം 95 അഡ്വൈസ് ടോട്ടലി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ന്യൂ ഇയറിന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അല്ലെ, December അവസാനം വന്നിട്ടുണ്ടായി. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അവിടെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ എത്രയായിരുന്നു? 733/2025. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 36. നേരത്തെ പറഞ്ഞു +2 ബയോളജി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ VHSC MLT കഴിഞ്ഞവർക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഒരു 100 മാർക്സിൽ 50 മാർക്സും MLT ആണ്. 50 മാർക്സ് MLT പോർഷൻസ് ആണ് വരുന്നത്. ബാക്കി 50 മാർക്സ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വരുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു 50 മാർക്സിനും പകുതി 50 മാർക്സിന് MLT പോർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ MLTയിൽ 50 മാർക്സ് എന്ന് വെച്ചിട്ട് വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് കരുതരുത്. ജസ്റ്റ് ഈ ലാബ് ടെക്നിക്സിന്റെ കുറച്ചൊരു 10 മാർക്കുള്ള മാത്രമേ, അതും വളരെ സിമ്പിൾ ആയിട്ട് ഈവൻ VHSC സിലബസിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ VHSC ടെക്സ്റ്റ് ബുക്കിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ MLTയിൽ കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. ബ്ലഡിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ടും പിന്നെ മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, പാത്തോളജി ഒക്കെയാണ് ഈ MLT 50 മാർക്സിൽ വരുന്നത്. ബാക്കി 50 മാർക്സ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അത് +2 ബേസിസിൽ, +1 +2 ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സിലബസ്, അതിൽ തന്നെയും കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഈ 50 മാർക്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് 1 എന്ന് പറയുന്നത് MLT ആണ്, 50 മാർക്സിന് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ മോഡ്യൂൾ മാത്രമാണ് ബേസിക് ലബോറട്ടറി ടെക്നിക്സ്, ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ വരുന്നത്. ലബോറട്ടറി കെമിക്കൽസിനെ പറ്റിയും ക്ലീനിങ്, ഡിസിൻഫെക്റ്റൻസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ അതിനുശേഷം വരുന്ന മോഡ്യൂൾ 2ൽ ബ്ലഡിനെ പറ്റിയാണ് മോഡ്യൂൾ 2ൽ ഉള്ളത്, ഹെമറ്റോളജി. അതിനുശേഷം മോഡ്യൂൾ 3ൽ പെത്തോളജി ആണ്, പെത്തോളജി അതുപോലെ ബയോ കെമിസ്ട്രി, സാധാരണ നമ്മുടെ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, RFT, LFT, ഓട്ടോമേഷനെയൊക്കെ പറ്റി. മോഡ്യൂൾ 4 മൈക്രോബയോളജി ആണ്. മൈക്രോബയോളജി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. സ്റ്റെറിലൈസേഷൻ, പാരസൈറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി. അപ്പൊ ഇതാണ് പാർട്ട് 1. പാർട്ട് 1 കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പാർട്ട് 1ൽ നിന്ന് 50 മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബാക്കി 50 മാർക്സ് നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആണ്, അതൊന്ന് ബ്രഷപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഫിസിക്സ് ആയിക്കോട്ടെ, ഫിസിക്സിന് 15. പാർട്ട് 2 എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. പാർട്ട് 2 ഫിസിക്സ് ആണ്, ഫിസിക്സിൽ നിന്ന് 15 മാർക്സിന്. അതുപോലെ പാർട്ട് 3 എന്ന് പറയുന്നത് പാർട്ട് 3 കെമിസ്ട്രി ആണ്, കെമിസ്ട്രിയിൽ നിന്ന് 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പിന്നെ പാർട്ട് 4 എന്ന് പറയുന്നത് ബോട്ടണി അതുപോലെ സുവോളജി. അപ്പൊ ഫിസിക്സിൽ നിന്ന് +1 +2 ടോപ്പിക്സിൽ നിന്ന് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സേ ഉള്ളൂ. പാർട്ട് 3 കെമിസ്ട്രിയിൽ നിന്ന് ഒരു 15 മാർക്സ് ആണ്, അതും +1 +2ൽ നിന്നുള്ള സെലക്റ്റഡ് ടോപ്പിക്സ് ആണ്. പിന്നെ പാർട്ട് 4 ബോട്ടണി ആണ്, 10 മാർക്സ്. അതുപോലെ പിന്നെ സുവോളജി ഉണ്ട്. ബോട്ടണിയും അത് +1 +2 ടോപ്പിക്സ് മാത്രമാണ്. അതിനുശേഷം പാർട്ട് 4ന് ശേഷം പാർട്ട് 5 വരുന്നത് സുവോളജി ആണ്, 10 മാർക്സ്. ഓക്കെ, അപ്പോൾ +1 +2ലെ ഫിസിക്സ് കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. അപ്പൊ ഇതിൽ നിന്നാണ് ബാക്കി 50 മാർക്സ്. അതുപോലെ ഫസ്റ്റ് 50 മാർക്സ് ചോദിച്ചതും MLTയിൽ നിന്നാണ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സിലബസ് വളരെ വാസ്റ്റ് ആണെങ്കിൽ തന്നെയും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു +1 +2ൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. MLT ഇനി VHSC MLT പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി അത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങളുടെ മുന്നിൽ അതിന് സമയമുണ്ട്. കുറച്ച് മാസങ്ങൾ ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ എളുപ്പത്തിൽ ഈ ഒരു സിലബസ് കവർ ചെയ്യാനും അതുപോലെ റാങ്ക് ലിസ്റ്റിലോട്ട് ഇടം നേടാനും നമുക്കൊരു PSC വഴിയുള്ള ഒരു ജോലി ഉറപ്പാക്കാനും സാധിക്കും. അപ്പോൾ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ, അപ്പോൾ പഠിപ്പിക്കാൻ ഫാക്കൽറ്റീസ് എല്ലാവരും റെഡിയാണ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ സിലബസ് കവർ ചെയ്യും. സിലബസ് കവർ ചെയ്യുന്നതിൽ മാത്രമല്ല, റിവിഷൻ നടത്തുന്നതിലാണ്. അപ്പോൾ സിലബസ് കവർ ചെയ്യുന്നതിന്റെ കൂടെ പാരലലി തന്നെ വീക്ക്ലി മന്ത്ലി എക്സാംസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ റിവിഷൻ അതിന്റെ കൂടെ തന്നെ നടന്നു പോകും. പിന്നെ മോക്ക് എക്സാംസ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം എക്സാംസ് എഴുതുന്നു അത്രത്തോളം ട്രെയിൻഡ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിലോട്ട് കയറാൻ സാധിക്കും. അപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇടയ്ക്ക് ഫയർ ഒന്ന് നിന്ന് പോയാലും ഈ മെന്റർഷിപ്പിലൂടെ നമുക്ക് ആ ഫയർ റീഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെന്റർഷിപ്പ്. അപ്പോൾ എക്സാംസ് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയവരെ എല്ലാവരെയും ഒന്ന് ഉണർത്താനായിട്ടുള്ള മെന്റേഴ്സ് റെഡിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഇനി വെച്ച് താമസിപ്പിക്കാതെ, നോട്ടിഫിക്കേഷൻ വന്നതറിയാം. അപ്പോൾ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാതെ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 28-ന്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ 28-നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 100 hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. എക്സാം വരെയുള്ള മെന്റർഷിപ്പും ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.